بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله. വേദിയിൽ അണിനിരന്ന സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും നേതാക്കളും സദസ്സ് സമ്പന്നമാക്കിയ മാന്യ സഹോദരങ്ങളും അടങ്ങിയ ഈ ജനസഞ്ചയത്തെ റബ്ബ് തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി കേരള മുസ്ലിം ജമാഅത്ത് ഈ വർഷത്തെ നബിദിന ആഘോഷത്തിന് തിരഞ്ഞെടുത്ത മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് കുറച്ചു സമയം ചില ആശയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ കുറിച്ച്, അവിടുത്തെ നിയുക്തിയെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മറ്റൊരിടത്ത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് ബശീറൻ വനദീറ എന്ന് തുടങ്ങിയുമാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചം വിസ്തൃതമാണ്. ഈ വിസ്തൃതി ഭൂമിയെ വെച്ചളന്നാൽ മതിയാകില്ല. ഭൂമി ഉൾക്കൊള്ളുന്ന ഒരു ക്ഷീരപഥത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായാലും തീരുകയില്ല. നമ്മുടെ ചിന്തകൾക്ക് ലഭ്യമായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ചെന്നെത്താനായ നിരീക്ഷണ വിധേയമായ പ്രപഞ്ചം, വിശാലമായ പ്രപഞ്ചത്തിന്റെ വെറും 4% മാത്രമാണ്. ഈ 4% വിസിബിളായ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ 220 സെക്സ്റ്റില്യൺ ഗോള സമൂഹങ്ങളുണ്ട്. ഒരു സെക്സ്റ്റില്യൺ എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതിയതിൽ പിന്നെ 21 പൂജ്യങ്ങൾ എഴുതിയാൽ കിട്ടുന്ന സംഖ്യ. ആ സംഖ്യ നമുക്ക് വായിക്കാൻ ആകുന്നത് എത്രയാണോ അതുപോലെ 200-ലേറെ സെക്സ്റ്റില്യൺ ഗോള സമൂഹങ്ങൾ അടങ്ങിയ വളരെ വിസ്തൃതമായ ഒരു പ്രപഞ്ചമുണ്ട് റബ്ബിന്. ആ വിസ്തൃത പ്രപഞ്ചത്തിൽ അനേകം സൃഷ്ടിജാലങ്ങളുണ്ട്. സചേതന സൃഷ്ടിജാലങ്ങളുണ്ട്, അചേതന സൃഷ്ടിജാലങ്ങളുമുണ്ട്. ഈ എല്ലാ സൃഷ്ടിജാലങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമരും ശ്രേഷ്ഠരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ നിയുക്തിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എല്ലാ മനുഷ്യരുമായും കൃത്യമായും ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അവർ ചേർത്ത് നിർത്തേണ്ടുന്ന, അവർ ചേർന്നു നിന്ന് സ്വീകരിക്കേണ്ടുന്ന വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം എന്ന് പറയുന്ന വിശാലതയ്ക്ക് മതം കൽപ്പിച്ച നിർവചനം മാസിവൽ ബാരി എന്നാണ്.
സൃഷ്ടാവായ അല്ലാഹു അല്ലാത്തതെല്ലാം. ഇതിൽ വെച്ച് ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞൊരു വാക്യമുണ്ട്. റഹ്മത്ത് എന്നതിന്റെ അന്വർത്ഥതയും കൃത്യമായ വിശാലതയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ഇർഹമൂ മൻ ഫിൽ അർള്. നമ്മോട് പറഞ്ഞത് അത്രയാണ്. അള്ളാഹു നിയോഗിച്ച ഇടം ഭൂമിയാണ്. ലോകം ഭൂമി മാത്രമല്ലെന്നല്ല പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ള ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോടൊക്കെ കാരുണ്യം കാണിക്കണം. ആ കാരുണ്യം ഭൂമിയിലുള്ളവരോട് കാണിക്കുമ്പോൾ അത് സാർത്ഥകമാകണമെങ്കിൽ ഈ ഭൂതലത്തിൽ മനുഷ്യ അധിവാസത്തിന് ആവശ്യമായ ഭൗതിക സാഹചര്യമൊരുക്കാൻ റബ്ബ് തആല വിന്യസിച്ച എല്ലാ സൃഷ്ടിജാലങ്ങളോടും അതർഹിക്കുന്ന ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി താതാത്മ്യം പ്രാപിക്കണം. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് മനുഷ്യനോടുള്ള സ്നേഹം മനുഷ്യേതര ജീവജാലങ്ങളോടും കൂടി കാണിക്കേണ്ടത്. മനുഷ്യേതര ജീവജാലങ്ങളോടും കൂടി മാത്രമല്ല, സൃഷ്ടിജാലങ്ങളോടും കൂടി കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വായിരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. മനുഷ്യനെ പോലെ നാക്കാലി വർഗത്തെ, പറവ വിഭാഗത്തെ, ഇതര ജൈവജാലങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. ആ അംഗീകാരം അവർക്ക് നൽകാൻ വേണ്ടി നമുക്ക് പാഠം നൽകിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചക തിരുമേനി മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ചിലർ ആ വ്യക്തിത്വത്തെ സാധാരണയിൽ ചുരുക്കിക്കെട്ടി പറയാറുണ്ട്. അത് അജ്ഞതയിൽ നിന്ന് ഉടലെടുത്ത ആരോപണമോ തങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള വിഫല ശ്രമങ്ങളോ ആണെന്ന് മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകർ സാധാരണ മനുഷ്യനല്ല, മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാലത്തെയും ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹമാണ്. പ്രവാചകത്വം എന്ന അതിമഹത്തായ ശ്രേഷ്ഠത നൽകി അള്ളാഹു ആദരിച്ച വ്യക്തിത്വമാണ്. ആ പ്രവാചകർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ ആതിഫിന്റെ വാവ് പോലുമില്ലാതെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചേർത്തുകൊണ്ടാണ് ലോകം ആ വ്യക്തിത്വത്തെ സ്വീകരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അങ്ങനെ ആകാത്തവർക്ക് മുസ്ലിം ആകാൻ സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് നന്നായി പാഠവും നൽകിയിട്ടുണ്ട്. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോടൊപ്പം നിന്നു. എങ്ങനെയാ മനുഷ്യരോടൊപ്പം നിന്നത്? നിന്റെ കൂട്ടുകാരൻ, നിന്റെ സഹോദരൻ അക്രമിയോ ഇരയോ രണ്ടായാലും നീ അവരെ സഹായിച്ചേക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലഖദ് കറംനാ ബനി ആദം. ആദമിൻ്റെതല്ലാത്തൊരൊറ്റ മനുഷ്യ മക്കളും ഭൂമിയിലില്ല. ആ മക്കളെ മുഴുവൻ ആദരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ആ ആദരവേറ്റുവാങ്ങിയ മനുഷ്യനോട് സത്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിച്ചു നിൽക്കാനുള്ള ആഹ്വാനത്തിന്റെ ഭാഗമായി പറഞ്ഞു, അഹിബ്ബലിന്നാസ്, മനുഷ്യരെ നീ സ്നേഹിക്കണം. എത്രത്തോളം?
ഏതു സാധാരണക്കാരനും വളരെ നന്നായി മനസ്സിലാകുന്ന ഒരളവുകോല് വെച്ചു കൊടുത്തു. മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്കെന്താണോ നീ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചാൽ എന്താ ലഭിക്കുക? മോക്ഷത്തിന് പൂർണ്ണാർഹനായ തകുൻ മുഅ്മിന, നീ ഒരു മുഅ്മിനായി മാറും. എല്ലാവർക്കും സ്നേഹം പങ്കിടുന്ന, എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നതല്ല അർഹിക്കത് നൽകുന്ന അവസ്ഥയിലേക്ക് നീ ഉയർന്നു വന്നാലേ നീ മനുഷ്യനാവൂ. നിന്റെ മനുഷ്യത്വം അംഗീകരിക്കപ്പെട്ടാലേ മോക്ഷാർഹനായ മുഅ്മിനായി നീ മാറുകയുള്ളൂ എന്ന് ലോകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാഠം നൽകി. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു. ഭരണാധികാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് വളർന്നു. ഇസ്തിഫാ, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കൊണ്ട് മുസ്തഫയായി മാറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വിമർശകരെ വിസ്മയിപ്പിച്ച വ്യക്തിത്വമാണ്. അംഗീകരിക്കുന്നവർക്ക് ആനന്ദം നൽകിയ, അനുഭൂതി നൽകിയ, ആത്മീയ മോക്ഷം നൽകിയ മഹാനാണ്. ചിലർ പ്രവാചകരെ ചികഞ്ഞു നോക്കി, വല്ല കുറ്റവും കിട്ടുമോ എന്ന് നോക്കാൻ. ആർക്കും ഒന്നും കിട്ടിയില്ല. നബിയെക്കുറിച്ച് വിമർശന പഠനം നടത്താൻ ഇറങ്ങിയവരുണ്ട്. അവരൊക്കെ കാലാന്തരത്തിൽ വിധേയപ്പെട്ടവരായി മാറിയ ചരിത്രവുമുണ്ട്. കേരളീയനായ മഹാനായ വള്ളത്തോൾ മഹാകവി പാടിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മജി പ്രവാചകരെ വിലയിരുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ പ്രയോക്താവായി സരോജിനി നായിഡു പ്രവാചകരെ വിലയിരുത്തിയിട്ടുണ്ട്. ഗിബ്ബൺ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. കാർലൈൽ പാടിയിട്ടുണ്ട്. സർ വില്യം മൂർ വിസ്മയം കൊണ്ടിട്ടുണ്ട്. ഹർഗ്രോണിയോ എന്ന പണ്ഡിതൻ ലോകത്ത് മറ്റൊരാൾക്കും സാധിക്കാത്ത ഐക്യരാഷ്ട്ര സംവിധാനത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി മഹാനെന്ന് വിളിച്ചിട്ടുണ്ട്. സർവാധികാരങ്ങളും കയ്യിലൊതുങ്ങിയപ്പം ആജീവനാന്ത ശത്രുക്കളോട് കാണിച്ച ദയാവായ്പിന് മുമ്പിൽ ആരാണാവോ അത്ഭുതം കൂറാതെ പോയത്? എല്ലാവരും അവരൊക്കെ അത്ഭുതപ്പെട്ടു. എന്ത്? അടിമ ഉടമ സമ്പ്രദായം നിലനിൽക്കുന്നൊരു കാലത്ത് ജയിച്ചവന് തോറ്റവന്റെ കുടുംബമടക്കം അടിമകളായി സ്വീകരിക്കാവുന്നൊരു കാലത്ത് അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൂടി ജയിച്ചവന് അവകാശപ്പെട്ടതായി ഗണിക്കപ്പെടുന്നൊരു കാലത്ത്, ആ കാലത്താണ് മക്കം ഫതഹിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് പോകൂ നിങ്ങളെല്ലാവരും, പിരിഞ്ഞു പോയിക്കോളൂ നിങ്ങളെല്ലാവരും. അവർക്ക് വിശ്വസിക്കാനായില്ല. കേൾക്കുന്നത് എന്താ, സ്വപ്നമാണോ അല്ല യാഥാർത്ഥ്യമാണോ? അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകും, നാളെ ഞങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടിമകളായി തീരുമോ എന്ന ആശങ്ക അവരുടെ മനസ്സിലെമ്പാടുമുണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞത് വഅൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരായി പോകണം. ഏതാ കാലഘട്ടം എന്ന് നോക്കണം. തിരുവസന്തത്തിന്റെ 1500 ലോകം ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ പുനർവായനയ്ക്ക് വിധേയമാകേണ്ടുന്ന വിസ്മയാവഹമായ വിഷയങ്ങളിലൂടെ ചെറുതായൊന്ന് കണ്ണോടിച്ചാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഫത്തൽ ലിന്നാസി സർവ മനുഷ്യർക്കും ഒപ്പമായിരുന്നുവെന്ന് കൃത്യമായും നമുക്ക് മനസ്സിലാകും. ഇതേതെങ്കിലും ഒരു ഘട്ടത്തിലായിരുന്നില്ല പ്രവാചകരുടേത്. നുബുവത്തിന് മുമ്പ് സർവർക്കും അൽ അമീനായിരുന്നു. നുബുവത്തിന് ശേഷവും അൽ അമീനായിരുന്നു. ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും, ബദറിന് മുമ്പും ബദറിന് ശേഷവും, മക്കം ഫത്ഹിന് മുമ്പും മക്കം ഫത്ഹിന് ശേഷവും മനുഷ്യാവകാശങ്ങളെ കുറിച്ച് തന്റെ അവസാന ഹജ്ജ് വേളയിൽ അറഫയിൽ വെച്ച്, മിനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവിടുന്ന് പറഞ്ഞത് അടിമകളും ഉടമകളുമില്ലാത്തൊരു ലോകം. ആ ലോകത്തിന്റെ മാതൃക മദീനയിൽ കാണിച്ചു കൊടുത്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാറ്റായി മാറിയ മതേതരത്വം എന്ന സങ്കല്പം ലോക ചരിത്രത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും മുൻകാലങ്ങളിലെ ചരിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അംബേദ്കർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ രാജൻ ബാബുവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മഹാത്മജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പണ്ഡിറ്റ്ജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പട്ടേൽജിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആസാദിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മദീന ഡോക്യുമെന്റിൽ നിന്നാണ്. നബി തങ്ങൾ അവിടെ എത്തിയപ്പോ മദീനയിൽ പല ജാതി വിശ്വാസാചാരങ്ങളുണ്ട്. ക്രൈസ്തവരുണ്ട്, ജൂതരുണ്ട്, ബഹുദൈവ ആരാധകരുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. തന്റെ കാൽ കീഴിൽ വന്ന ജനങ്ങളോട് 24 മണിക്കൂറിനകം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അംഗീകരിക്കാത്തവർ മദീന വിടണമെന്നല്ല പറഞ്ഞത്. പിന്നെയോ നമുക്ക് ഈ മണ്ണിൽ അവനവന്റെ വിശ്വാസ ആചാരങ്ങളെ അംഗീകരിച്ചും മാനിച്ചും അഭിമാനത്തോടുകൂടി ഒരു ദേശീയ ജനതയായി നമുക്കിവിടെ കഴിയാമെന്ന് 47 അനുച്ഛേദങ്ങളുള്ള മദീന ഡോക്യുമെന്റിലൂടെ പ്രവാചകർ കാണിച്ചു കൊടുത്തു. ഓരോന്ന് പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. ആ മദീന ഡോക്യുമെന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുമ്പിൽ വെച്ചു. അവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ മറ്റൊരാളിന് അടിമപ്പെട്ടല്ല, സ്വതന്ത്രരായി. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാം, ക്രൈസ്തവർക്ക് ക്രൈസ്തവരായും ജീവിക്കാം, ജൂതർക്ക് ജൂതരായും ജീവിക്കാം, മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒന്നിച്ചു കഴിയാം. ആരും മറ്റൊരാളുടെ മുമ്പിൽ അഭിമാനം അടിയറ വെച്ചല്ല, സകലോരും അവരവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കണമെന്ന ആശയം. ഈ ആശയത്തെ വായിച്ചപ്പോഴാണ് സർ വില്യം മൂർ അത്ഭുതപ്പെട്ടത്. മദീന ഡോക്യുമെന്റിന്റെ പ്രാവർത്തികത മക്കം ഫത്ഹിൽ കാണിച്ചപ്പോഴാണ് സർ വില്യം മൂർ അത്ഭുതപ്പെട്ടത്. അങ്ങനെ എത്രയെത്ര മഹത്തായ വ്യക്തിത്വങ്ങൾ പ്രവാചകരെ കുറിച്ച് പഠിക്കാൻ തിരിഞ്ഞു. അവരൊക്കെ അംഗീകരിച്ചു. ഇന്ന് 1500 ആചരണ മീലാദു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകലതും വനാദത്തിൽ കായിനാത്ത്, ഈ വിസ്തൃത പ്രപഞ്ചത്തിലെ സകലോരും പ്രവാചകന്റെ ആഗമനത്തിന് അഹ്ലൻ വസഹ്ലൻ മർഹബൻ പാടുമ്പം നമ്മുടെ ഇടയിലുള്ള കുറച്ചാളുകൾ അറിയാത്തതിന്റെ പേരിലും വ്യതിചലിത ചിന്ത സ്വാധീനിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണുമ്പോ നമുക്കും അത്ഭുതം തോന്നുന്നു. അവർക്കും നല്ലത് വരട്ടെ എന്ന് ഉൻസുറു അഖാക ളാലിമൻ ഔ മദ്ലൂമ എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അഭിലഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് മതം. ഇത് വെച്ചുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ നിമിഷപ്രിയ എന്ന് പറയുന്ന
നമ്മുടെ നാട്ടുകാരിയായ ഒരു സഹോദരിയെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുകയും അതിൽ ഇന്നത്തോളം വിജയിക്കുകയും ഇടക്ക് വല്ല ഭ്രംശങ്ങളും സംഭവിച്ചെങ്കിൽ ഞാനോ എന്റെ കൂടമുള്ളവരോ ഉത്തരവാദിയല്ലെന്നും ഉസ്താദ് പറയുകയും ചെയ്തത്. ഉസ്താദിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ? നിമിഷപ്രിയ പേരുകൊണ്ട് തന്നെ അമുസ്ലിമാണ്. അവരാണെങ്കിലോ യമനിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുമാണ്. എന്തേ നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ? ഇസ്ലാമിക് ഫോബിയ പടർത്തി ലോകത്ത് ഇസ്ലാമിനെ അവമതിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ മതം സ്നേഹമാണ്, ഇസ്ലാം മനുഷ്യർക്കൊപ്പമാണ്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്, ലോക മുസ്ലിങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഇസ്ലാമിക ശരീഅത്തിലെ ജിനായാത്തിന്റെ ഭാഗത്ത് കൃത്യമായി ചില അനുച്ഛേദങ്ങളുണ്ട്. അവ വെച്ചുകൊണ്ട് ആ സഹോദരിക്ക് മോചനം ലഭ്യമാകുമോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞാൻ ഇറങ്ങി തിരിച്ചതെന്ന് മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞപ്പം നാം മനുഷ്യർക്കൊപ്പമാണ്, മനുഷ്യർക്കൊപ്പം സ്നേഹമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ അയൽപക്കത്ത് അന്നമില്ലാതെ അവലംബമില്ലാതെ മരുന്നില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന വല്ലോരുമുണ്ടെങ്കിൽ നീ അവിടെ സുഖിക്കുകയും രമിക്കുകയും ചെയ്താൽ വേണ്ട, ഉള്ളതിന്റെ വിഹിതം അവർക്ക് കൊടുക്കാതെ നീ വയറ് നിറച്ചു ഉണ്ണിയാൽ നീ നമ്മിൽപ്പെട്ടവനല്ല. ഇത്രയോ സ്ഥലത്തിന് വിധങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഞ്ചകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വർഗീയവാദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ വർഗീയത എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയിലായി ജീവൻ നഷ്ടപ്പെട്ടവൻ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെ വിഭാഗീയതകളെയും വർഗീയതകളെയും കുഴിച്ചു മൂടിയിട്ട് ലോകം സുന്ദരമായ ഒരു ഭവനമായി മാറണമെന്നും മനുഷ്യാവകാശങ്ങളൊന്നും നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവസന്തത്തിന്റെ 1500-ാം ആണ്ടിൽ കൊല്ലത്ത് ത്വയ്ബയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സീറത്തുൻ നബി കോൺഫറൻസും ആചരണങ്ങളും നടക്കുമ്പം ഉദ്ദേശ്യശുദ്ധിയോടുകൂടി ഇതിൽ പങ്കുകൊള്ളുന്ന സകലോർക്കും അതൊരു സുഹൃതമാണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാഹുവിന്റെ അടിയാറുകളാണ് ഈ കാണുന്നവർ മുഴുവൻ. ഇന്നൽ ഇബാദ കുല്ലുഹും ഇഖ്വാൻ, മനുഷ്യരായ എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. ആ അടിമകൾ മുഴുവൻ സഹോദരന്മാരാണ്. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഒരേ രണ്ടു ശരീരങ്ങളിൽ ഒരേ മനസ്സ് കുടികൊള്ളുന്ന അവസ്ഥ. ഈ അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്. ഈ സാഹോദര്യം ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ മഹത്തായ വിപ്ലവ സന്ദേശ സമ്മാനം ലോകത്തിനു നൽകിയ അന്ത്യപ്രവാചകരാണ്. ഈ പ്രവാചകത്വം സിദ്ധിച്ച നബിതങ്ങൾക്കു ശേഷം മറ്റൊരു പ്രവാചകന്റെ ആഗമനം ആവശ്യമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തീർപ്പ് അങ്ങനെയാണ്. ആ തീർപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് 1400-500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തിൽ നാഗരികമായും സാംസ്കാരികമായും ഏറ്റവും കൂടുതൽ അപജയം ഏറ്റുവാങ്ങിയ ഒരു ജനപദത്തിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തരായതും ആ നിയുക്തി ലോകത്തെ ആകമാനം വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്തതും. 1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അറേബ്യയിൽ ഈ മതം എന്ന് പറയുന്നത് അവിടെ വിപ്ലവം തീർത്തെങ്കിൽ
ഇനി അങ്ങോട്ടുള്ള ഏതൊരു ജനവിഭാഗത്തിനും ഇത് സ്വീകരിക്കാവുന്ന അതിമഹത്തായ സന്ദേശമാണ്. ഞാനൊരു വാക്കുകൂടി പറയട്ടെ. ഇന്ന് ഫലസ്തീനിൽ ചരിത്രം ഒരുപാടുണ്ട്. ഗസയിൽ നരബലി നടക്കുകയാണ്. ഇന്നുച്ചക്കും ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പോയത് അന്നം കിട്ടാതെ മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ മനുഷ്യരെയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. തിയഡോർ ഹെർസലിന്റെ മനോമണ്ഡലത്തിൽ നിന്ന് ഉദയം ചെയ്ത് ബെൻഗൂരിയനിലൂടെ, മോഷേദയാനിലൂടെ, ഗോൾഡാമേയറിലൂടെ നെതന്യാഹുവിലെത്തി നിൽക്കുന്ന ലോക സയണിസവും ആ സയണിസത്തിന് പുല്ലും വെള്ളവും നൽകുന്ന ആധുനികതയുമാണ് ആ നരഹത്യയുടെ മുഴുവൻ ഉത്തരവാദികൾ. സാക്ഷാൽ ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞു, 95% ജൂതരെ ഞാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അയാൾക്കതിൽ യാതൊരു മനസ്താപവുമില്ല. പിന്നീട് അയാൾ പറഞ്ഞു, 5% ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ആ 5% നിങ്ങളോട് പറയും 95% ഞാൻ എന്തിനു കൊന്നുവെന്ന്. ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഒരു വളരെ വലിയ പ്രതിസന്ധിയിലൂടെ ഫലസ്തീനിലെ ജനത കടന്നു പോകുമ്പം അതിന് ഇസ്ലാം ഭീകരമാണ്, ഇസ്ലാം തീവ്രവാദപരമാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കപ്പെടേണ്ടവനാണ് എന്ന തെറ്റായ ഓത്തുകൾ നടത്തുന്ന സകലോർക്കു മുമ്പിലും ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് അവൻ നൽകിയ വ്യവസ്ഥിതിയുടെ മാറ്റ് തുറന്ന് കാണിച്ചു കൊടുക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആലപിച്ച ഒരു പ്രവാചക പ്രകീർത്തന വരിയുണ്ട്. അതിങ്ങനെയാണ്: അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറുഉൻ കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാക. ഖുദ്സിയായ ഒരു ഹദീസിന്റെ കാവ്യാവിഷ്കാരമെന്നോ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ വിസ്തൃതമായ ഒരു വ്യാഖ്യാനമെന്നോ ഈ വരികളെ നമുക്ക് വിളിക്കാമെങ്കിലും അതിന്റെ അവസാനത്തിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്: എൻ വസ്ഫിക ശുഅറാഉ യാ മുദ്ദസിറു അജസു വകല്ലു മിൻ സിഫാത്തി ഉലാക. അങ്ങയുടെ ഉന്നതമായ വർണ്ണനകളെ കുറിച്ച് പാടിപ്പറഞ്ഞു തീർക്കുന്ന കാര്യത്തിൽ കവികളും ഗദ്യകാരന്മാരും ലോകവും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വേദിയിൽ വെച്ച് നാം ഓർക്കുമ്പം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുടിയിരുത്തിയ ഒരു വലിയ സംഭവമാണ്. അത് നമുക്ക് എടുത്തു മാറ്റാനേ കഴിയില്ല. സാധാരണ മനുഷ്യനല്ല എന്നതിന് മറ്റൊരു തെളിവ്, അള്ളാഹുവും അവന്റെ മലായിക്കത്തും എല്ലാം പങ്കുചേർന്ന് നടത്തുന്ന ഒരു സുഹൃതമാണ് സ്വലാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളുടെ ലോകത്തോട് സൂറത്തുൽ അഹ്സാബിലെ ഒരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ ആ പ്രവാചക തിരുമേനിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. സാധാരണ മനുഷ്യനാണോ? ആ മനുഷ്യനാണ്. അസാധാരണത്വം എമ്പാടുമുള്ള ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനുണ്ടാക്കിയ വെളിച്ച വിപ്ലവത്തിന്റെ സൗന്ദര്യം ലോകത്തില്ലായിരുന്നുവെങ്കിൽ ലോകമെന്നോ തമോഗർത്തത്തിലേക്ക് ആണ്ടുപോകുമായിരുന്നു. പ്രവാചകത്വ നിയുക്തി യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ. മനുഷ്യ സഞ്ചയത്തെയും ലോകത്തെയും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ്. ഈ ദൗത്യത്തിനൊപ്പം നിന്നുകൊണ്ട് കേരളക്കരയിൽ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വ്യത്യസ്തങ്ങളായ സേവന ജീവകാരുണ്യ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. സമസ്തയുടെ സെന്റിനറി കാലവും കൂടിയാണ് ഈ 1500. ഇവിടെ ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അതറിയാം. ഈ 1500-ാം ആണ്ടിൽ
തിരുവസന്തത്തിന്റെ 1500 നാം ആചരിക്കുകയാണ്. ആ ആചരണം ആരാധനയാണ്. ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ പോയാൽ അവിടെ വ്യതിചലിത ചിന്ത ഉടലെടുക്കും. ആദരിക്കുക എന്നതും ആചരിക്കുക എന്നതും ആരാധിക്കുക എന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം. ഇവിടെ മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാമാണിക നേതൃത്വത്തിന് കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ബഹുജന സാരഥ്യം, ആ സാരഥ്യത്തിന്റെ കീഴിൽ മദ്രസകളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ പഠന സ്ഥാപനങ്ങളുണ്ട്, അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സാന്ത്വനം പോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ കൈപിടിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന കർമ്മ പദ്ധതികളുണ്ട്. അവരിലേക്ക് വെളിച്ചമെത്തിക്കുന്ന അച്ചടിപത്രങ്ങളും അച്ചടി ഇതര സംവിധാനങ്ങളും നമുക്കുണ്ട്. ഇതിന്റെ എല്ലാം കൂടി പ്രാവർത്തിക രൂപത്തിന് ഈ വർഷത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വിളിക്കുന്ന ആ കർമ്മ പദ്ധതിയുടെ പേര് കർമ്മ സാമയികം എന്നതാണ്. അതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ജാനുവരി ആദ്യ ദിനം തൊട്ട് 17 കൂടിയ നാളുകളിലായി കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുണ്ടാകും. 2026 വ്യത്യസ്ത കർമ്മ പദ്ധതികളിലൂടെ സമസ്തയുടെ സമ്മേളനങ്ങളുടെ സമ്പൂർണത കേരളീയ ജനതക്ക് ഒരിക്കൽ കൂടി അനുഭവിക്കാനാകും. അടുത്ത നൂറ്റാണ്ടിലേക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകും. ഈ നേരത്തെയുള്ള തുടക്കത്തിന്റെ തുടർച്ചയാണ് ത്വയ്ബയും ഖാദിസിയ്യയും കൊല്ലത്ത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് മർക്കസും സഅദിയ്യയും മഅദിനും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാല വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രങ്ങൾ. അതിന്റെ തുടർച്ച തന്നെയാണ് സിറാജും സുന്നി വോയിസും റിസാലയും സുന്നത്തും കുസുമവും അടങ്ങുന്ന പ്രവാസി വായന അടങ്ങുന്ന അച്ചടി ശൃംഖല. ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന വളരെ വലിയൊരു കർമ്മ പദ്ധതിയുടെ പ്രയോഗവൽക്കരണത്തിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ, മനസ്സിലെ പ്രാർത്ഥന, മടിശീലയുടെ നാണയത്തുട്ടുകൾ, തടിയുടെ സക്കാത്ത് എല്ലാം ഈ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദൃശ്യപ്രവർത്തനങ്ങളെല്ലാം സഫലമാകട്ടെ എന്നും ആ സാഫല്യം ഭൂമിയിലെ പ്രതിഫലനത്തിലൂടെ ആസ്വദിക്കാൻ ദീർഘകാലാവസരം നമുക്കുണ്ടാകട്ടെ എന്നും ഇതിന്റെ എല്ലാം ഗുണഫലങ്ങൾ ആഖിറത്തിൽ സവാബായി സ്വീകരിക്കാൻ റബ്ബ് തആല നമുക്ക് തുണയാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടും നിങ്ങളുടെയൊക്കെ ദുആ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. അസ്സലാമു